ഇന്നലെ ഉച്ചയ്ക്ക് 12:30 ഉണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ബന്നർഘട്ട ബയോളജിക്കൽ പാർക്കിൽ ഇത്തരത്തിൽ സഫാരി ജീപ്പിൽ കറങ്ങി മൃഗങ്ങളെ കാണുന്നത് ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ്. അത് സ്ഥിരമായി വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സഫാരി ജീപ്പിൽ അതിന്റെ ഗ്ലാസിന് ഇടയിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ഈ ഗ്രില്ല് ചെയ്ത് വെക്കുകയാണ് പതിവ്. കൂടുതലായും ഈ ആളുകൾക്ക് പുലിയെ കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ മൃഗങ്ങളെ കാണാൻ വേണ്ടി ആ ഗ്രില്ലിട്ട് വെക്കുന്ന ആ ഒരു സ്ഥലത്ത് ഈ 12-കാരൻ തന്റെ കൈവിരലുകൾ കൈ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഓടിച്ചെന്നാണ് പുള്ളിപ്പുലി ഈ കൈവിരലുകൾക്ക് ആക്രമിച്ചത്. ശേഷം ഈ വാഹനത്തിന് പിന്നാലെ ഇത് പാഞ്ഞടുക്കുകയും കുറെ ദൂരം ഓടിപ്പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ കൈക്ക് പുലിയുടെ നഖം കൊണ്ടതിന്റെ സാരമായ പരിക്കുകളും പാടുകളും ഒക്കെ ഉണ്ട്. അതിനുശേഷം അല്പസമയത്തേക്ക് എന്തായാലും ഇവിടെ ഈ സഫാരി യാത്രയൊക്കെ നിർത്തിവെച്ചിരുന്നു. കുട്ടിയെ ആരോഗ്യമന്ത്രി അടക്കം സന്ദർശിച്ചിട്ടുണ്ട്. കൈക്ക് ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെന്തായാലും ചികിത്സ നൽകി. ഈ സുരക്ഷാ മുൻകരുതലുകൾ വർദ്ധിപ്പിക്കണമെന്നും ഇത്തരത്തിൽ ഈ ഗ്രില്ല് ചെയ്തിരിക്കുന്നതൊക്കെയും ഗ്ലാസ് ആക്കി മാറ്റണമെന്നും ആരോഗ്യമന്ത്രി ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്.